എന്നുവെച്ചാൽ നമ്മളങ്ങനെ CS പുഷ് ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. അപ്പോൾ മാസ്റ്റർ ലോബിയാണ്, നമുക്ക് നോക്കാം കളിയെടുക്കാൻ പറ്റുമെന്ന് ഇല്ലയെന്ന് ഗൈസ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം കളിയെടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഗൈസ്. നമ്മളെ ടീംമേറ്റ് നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് ഈ ഒരു ചെറിയൊരു പിഴ പറ്റിയത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ സ്ക്രീൻ ചെരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ അത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ മാറും ഗൈസ്. ഗൈസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോയി ഫുൾ വാച്ച് ചെയ്യുക ഗൈസ്. നമ്മൾ കളി എടുക്കുമോ ഇല്ലയെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ 50 സബ് ആയി കഴിയുമ്പോൾ നമുക്ക് ലൈവ് ഇടാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ശരിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ ഫുൾ ചാകര വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇവൻ AFK ആയി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ചാടി വന്നു ഗൈസ്. അപ്പോൾ അവനെ ഹെഡ്ഷോട്ട് അടിച്ച് നമ്മൾ നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറ്റവന്മാർ അപ്പുറത്തോടെ വരുന്നുണ്ട്. അവന്മാർ എന്നെ കണ്ടില്ലെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ എന്നെ സ്പോട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻസ് പോയിട്ട് നമ്മൾ അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് വന്നപ്പോൾ നമ്മൾ അതേ വഴി തന്നെ അങ്ങോട്ട് പോയി ഗൈസ്. അപ്പോൾ ഒരുത്തനെ കുത്തിപ്പിടിച്ച് അങ്ങ് നോക്കിയിട്ടിട്ടുണ്ട്. യുജീനെ അവന്മാരെ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറ്റേ സാധനം ഇട്ടിട്ടുണ്ടാവും ലോഡൗട്ട് ഗൈസ്. അപ്പോൾ ആ ലോഡൗട്ടും തല്ലിപ്പിടിച്ച് അവനെ അങ്ങ് കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മറ്റവനെ നമ്മൾ തപ്പി നടക്കുവാണ് ഗൈസ്. അപ്പോൾ മറ്റേനെയും കൂടെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് 3 കില്ല. ഒരുത്തനെ യുജീനെ മറ്റവൻ കൊന്നപ്പോഴത്തേനും നമ്മുടെ ഏസ് പോയി ഗൈസ്. അപ്പോൾ ഇവിടെ ടീമേറ്റ് ചത്തപ്പോൾ നമ്മൾ മറ്റേ JJKയുടെ സാധനം എടുത്തവനെ അങ്ങ് 70 ഡാമ് കൊടുത്തിട്ട് ഞാൻ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മളങ്ങനെ തൂത്ത് വാരിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മളങ്ങനെ പൊക്കണം ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമുക്ക് നമ്മൾ ജയിക്കുമോ ഇല്ലയെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ AK ഇതല്ലേ 3rd ലെവൽ ആയതുകൊണ്ട് നമുക്ക് അത് വെച്ചുകൊണ്ട് എൻഹാൻസ് ചെയ്ത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ വോയിസ് ഓവർ എല്ലാം കൊടുത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം കഷ്ടപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഗൈസ്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് ഈ കളി എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അവിടെ എനിമി വരുന്നുണ്ട് അതുവഴി. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മൾ സ്കോപ്പ് ചെയ്ത് അടിക്കാൻ നോക്കിയപ്പോൾ എയിം കിട്ടിയില്ല. അടുത്തവനെ സ്കോപ്പ് ചെയ്തപ്പോൾ എയിം കിട്ടി ഗൈസ്. ഗൈസ് ഇപ്പോൾ 42 കൊടുത്തപ്പോഴത്തേന് അവൻ നോക്കായില്ല, പക്ഷേ ഞാൻ നോക്കായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഒരു മണ്ടത്തരം കാണിക്കുന്നുണ്ട്. അവൻ പുറകെ എനിമി വന്നിട്ട് അവൻ ഫ്രണ്ടിലാണ് ഗൈസ്. അപ്പോൾ ഗ്ലൂ ഇടുന്നത് ഗൈസ്. ഇപ്പോൾ 1 ഡെസേർട്ട് മുള്ളും വെച്ചുകൊണ്ട് പുറകിൽ നിന്ന് കുത്തുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ റിവൈവ് ആവുന്നുമുണ്ട്, പക്ഷേ അവനാണെങ്കിൽ പുറകിൽ നിന്ന് നമ്മളെ ഇട്ട് കുത്തി നമ്മളങ്ങനെ ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് ഓടി തോട്ട് കയറിയാണ് അവൻ രക്ഷപ്പെട്ടു ഗൈസ്. അപ്പോൾ ടീമേറ്റ് മേളിൽ നിന്ന് അടിച്ച് നോക്കാക്കോ ഇല്ലയെന്ന് നോക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നല്ല ഡാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവനും അങ്ങനെ ചത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഇനി ഒബിറ്റോ എന്ന് പറഞ്ഞാൽ അവൻ മാത്രമേ ഉള്ളൂ. അവനെ ബൈസണാണ്, നമ്മളൊക്കെ നോക്കാൻ കളി ജയിക്കുമോ ഇല്ലയെന്ന് ഗൈസ്. അപ്പോൾ കളി അങ്ങനെ തോറ്റിട്ടുണ്ട്. നമ്മൾ ഈ റൗണ്ട് അവന്മാർ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് നോക്കാം കളി ജയിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഗൈസ്. ഇപ്പോൾ ഈ റൗണ്ട് നമ്മുടെ പദ്ധതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഇപ്പോൾ ഇതിൽ നമ്മൾ USB വെച്ചുകൊണ്ട് മാത്രമേ കളി എടുക്കാവുള്ളൂ. പൈസ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് അടുത്ത കളിക്ക് നല്ല സെറ്റ് ഗൺസൊക്കെ എടുക്കാൻ AW ഒക്കെ എടുക്കാനുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ കളി ടീമേറ്റ് പൊക്കോ ഇല്ലയോ എന്ന് പറഞ്ഞ് നമ്മുടെ എനിമീസ് കൊണ്ടുപോകോ ഇല്ലയോ എന്ന് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ റഷ് ചെയ്യാനായിട്ടുള്ള തീരുമാനമാണ് ഗൈസ്. അപ്പോൾ എയർ ഡ്രോപ്പിന് അങ്ങോട്ട് വിട്ടേക്കാം ഗൈസ്. അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഗൺസ് വല്ലതും ഉണ്ടെങ്കിൽ കിട്ടുമല്ലോ ഗൈസ്. അപ്പോൾ RG ജോൺ എന്ന് പറഞ്ഞാൽ അവനത് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവൻ എൻ്റെ ബ്രോയാണ്, നോക്കാം ഗൈസ്. അപ്പോൾ അവൻ്റെ MP5 അങ്ങനെ നമ്മൾ നോക്കിയിട്ടുണ്ട്. MP5 മാക്സ് ആണ്, നോക്കാം ഗൈസ്. അപ്പോൾ ഇവോ എടുത്ത M4 ഇവോ വെച്ചുകൊണ്ട് ഒരുത്തൻ എന്നെ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ മേളിൽ നിന്ന് നല്ല ഡാമൊക്കെ തന്നുകൊണ്ട് ഞാൻ കൂടാതെ മറ്റേ സുക്കുനയുടെ ഡൊമൈൻ എക്സ്പാൻഷനോട് യൂസ് ചെയ്തപ്പോൾ എൻ്റെ HP അങ്ങ് കുറഞ്ഞാണ് ഞാൻ അങ്ങ് ചത്ത് ഗൈസ്. ഗൈസ് അപ്പോൾ അർജിയോട് കിണ്ണം ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട് അകത്തിരുന്ന് ഗൈസ്. അപ്പോൾ ഒരുത്തൻ എന്നെ കൊന്നു ഗൈസ്. അപ്പോൾ എൻ്റെ മിനി യൂസിയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഒരുത്തനെ കുത്തിപ്പിടിച്ച് നോക്കാക്കി അവൻ ഓറിയോൺ ഇട്ട് അതുവഴി എസ്കേപ്പായി ഗൈസ്. അപ്പോൾ ഇനി 3 പേരുടെ ഉള്ളൂ. നമുക്ക് നോക്കാം അർജിയോട് കളി എടുക്കുമോ ഇല്ലയോന്ന് ഗൈസ്. ഇപ്പോൾ ഒരുത്തൻ JJKയുടെ ഇവൻറ്റിനകത്ത് മറ്റേ ഫിസ്റ്റ് വെച്ചുകൊണ്ട് ഗ്ലൂ പൊട്ടിച്ച് വന്നു, പക്ഷേ അവൻ്റെ എക്സ്ട്രാ ഗ്ലൂ ഉള്ള കാരണം അവൻ അങ്ങനെ ഗ്ലൂ പൊട്ടിച്ച് വന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ ഈ കളി നമ്മുടെ ഇന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. അവൻ മറ്റേ MP5 മാക്സ് എൻ്റെ ഇന്നടുത്ത് കുത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവൻ നല്ല ഇമോട്ട് ഇട്ടുന്നുണ്ട്, നമുക്ക് നോക്കാം ഇവന് ഇമോട്ട് തിരിച്ച് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോന്ന് ഗൈസ്. അപ്പോൾ അടുത്ത ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ മറ്റേ പുതിയതായിട്ട് JJK വന്ന ഈവൻ്റാണ്, നോക്കാം ഈ കളി നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഒരു AWയും MP5 ലെവൽ 2ഉം കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നോക്കാം കളി എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ഗൈസ്. അപ്പോൾ MP5 അത്യാവശ്യം കിണ്ണം കാണുന്നതാണ്, എന്നാലും CS-നകത്തൊക്കെ ഉപയോഗിക്കാൻ സെറ്റാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. നമ്മൾ അത്യാവശ്യം മൊമെൻ്റൊക്കെ ഇട്ട് കയറിപ്പോയാൽ കളിയെടുക്കാനൊക്കെ നമ്മൾ നോക്കണം ഗൈസ്. അപ്പോൾ ഇതുവഴി
അപ്പോൾ ഇതുവഴി കയറുമ്പോഴത്തേനും നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം റഷ് ചെയ്യുമ്പോഴത്തേനും അവന്മാർ നേരെ വന്ന് തലക്കിട്ടടിക്കും. അതിൽ നല്ല ഇവിടെ ഈ സാധനത്തിന് അങ്ങനെ ഒളിച്ചിരുന്നാൽ ഹെഡ് കിട്ടും. അപ്പോൾ ഒരു 150 കൊടുത്താൽ ഗ്ലൂ ഇട്ടാൽ കാരണം ചാടി അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ റഷ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. എന്തായാലും ഇവന്മാർ പുറകിൽ നിന്ന് വരും, കാരണം ചിലവന്മാർ പുറകിൽ നിന്ന് കുത്തും. നമ്മളപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ അവൻ പുറകിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അവനെ കുത്തിപ്പിടിച്ച് ഹെഡ് ഷോട്ട് അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കില്ല് നമ്മളങ്ങനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ടീമേറ്റ് ചാവുന്നുണ്ട്. ആകെ ആർജിജോട് ഞാനും മാത്രമേ ഉള്ളൂ. നോക്കാം കളിയെടുക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ ആർജിയോട് അവിടെ കിണ്ണം ഫൈറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഓറിയോൺ ഇട്ട് അവനെ റഷ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിമി അപ്പോൾ നമ്മൾ 56 കൊടുത്ത് നമ്മളെ അങ്ങ് ഇതാക്കിയിട്ടുണ്ട്, ഡാമേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓറിയോൺ ഇട്ട് റഷ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടേണ്ട കില്ല അവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടിൽ തന്നെ വേറെ ഒരുത്തം പുറകിൽ നിന്ന് വന്ന് നമ്മളെ നോക്കാക്കിയിട്ടുണ്ട്. അപ്പോൾ ആർജിയോട് നമുക്ക് നോക്കാം. M10 വെച്ചുകൊണ്ട് ഹെഡൊക്കെ ഒന്ന് അടിക്കാൻ നോക്കുന്നത്, പക്ഷേ ബോഡി ഷോട്ട് ആയിപ്പോൾ ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാൻ കളി എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ അവനെ എന്നെ അങ്ങ് റിവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മളെ പൊക്കി 2-2 സിറ്റുവേഷനിലാണ് ഗൈസ്. ഇപ്പോൾ 2-2 റൗണ്ട് ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇനി 2 റൗണ്ട് ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കളിയെടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ ഇത് 5-6 ബേസ്ട്രിക്കിൻ്റെ ഇതാണ്, പോവും ഗൈസ്. നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ അങ്ങനെ AW എൻഹാൻസ് ചെയ്തിട്ടുണ്ട്, MP5 എൻഹാൻസ് ചെയ്യാൻ എൻ്റെ എൻഹാൻസ് ടോക്കൺ ഇല്ലായിരുന്നു ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്. അപ്പോൾ AW വെച്ചിട്ട് സെറ്റ് മൂവ്മെൻറ്റൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ അടിച്ചാൽ ഡാം കുറവേ കിട്ടത്തുള്ളൂ, 150 കിട്ടത്തുള്ളൂ. അത് നോക്കാം ഗൈസ്. അപ്പോൾ ഈ സൈഡ് വഴി എനിമി വരുന്നുണ്ടെന്ന് തോന്നുന്നു, നമ്മൾ അതുവഴി കയറി ചെല്ലുവാണ് ഗൈസ്. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ പോലെ തന്നെ എനിമി വന്നു ഗൈസ്. അപ്പോൾ 2 അറിവ് കൊടുത്തപ്പോൾ അവൻ എന്നെ P90 വെച്ചുകൊണ്ട് കുത്തിപ്പിടിച്ച് നോക്കാക്കി ഗൈസ്. അപ്പോൾ നമ്മുടെ ടീമേറ്റ് സെറ്റ് ആയതുകൊണ്ട് അവനെ നോക്കാമെന്ന് നമ്മളെ കൊല്ലുന്നതിന് മുമ്പ് അവനങ്ങനെ ചത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ക്രോണോ ഇട്ട് നമ്മൾ കവർ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒരുത്തൻ ധൈര്യത്തോടെ എൻ്റെ അടുത്തോട്ട് വന്നു ഗൈസ്. അപ്പോൾ 150 എടുത്തിട്ടുണ്ട്, അവൻ്റെ ഇവോ ഉള്ളതുകൊണ്ടാണ് അവൻ ധൈര്യത്തോടെ വന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ AW വെച്ചുകൊണ്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല, അതിന് വരെ MP5 വെച്ചുകൊണ്ട് അടിച്ച് കൊന്നിട്ടുണ്ട്, ഡൗൺ ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾക്ക് നല്ല ഡാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ടീമേറ്റിനെ ഇങ്ങനെ പൊക്കാനായിട്ട് നോക്കിയപ്പോൾ മറ്റവൻ പൊക്കി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കയറാനായിട്ട് തന്നെ നമ്മുടെ പ്ലാൻ ഗൈസ്. അപ്പോൾ അവിടെ എനിമി ഉണ്ട്, ഒറ്റ എനിമീനേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളെ 3v1 അവൻ എടുക്കുകയോ ഇല്ലെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് മറ്റേ ന്യൂ ക്യാരക്ടറിൻ്റെ മറ്റേ എബിലിറ്റി എൻ്റെ അകത്ത് വന്ന് വീണു ഗൈസ്. അപ്പോൾ നമ്മളതിനെ അടിച്ച് പൊട്ടിച്ച് മറ്റവൻ ആജിയോട് കളി അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മളങ്ങനെ കൊണ്ടുപോയി ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് അവനെ തീർക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ MP5 ഇങ്ങനെ മാക്സ് ആക്കിയിട്ടുണ്ട്, ഗ്ലൂ അത്യാവശ്യമൊക്കെ മേടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ റൗണ്ട് MP5 മാക്സ് ആക്കി നോക്കാം കളി എടുക്കാൻ പറ്റുമോ ഗൈസ്. ഇപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഇപ്പോൾ ലിയോയ്ക്കിട്ടുള്ള പരിപാടി നമ്മൾ കൊടുക്കുന്നുണ്ട്, ലിയോയ്ക്കിട്ട്. അപ്പോൾ ഈ ഗൈസ് ഇപ്പോൾ ഈ റൗണ്ട് നമ്മൾ റഷ് ചെയ്ത് കയറി ചെന്ന് സൈഡ് വഴി അടിക്കാനായിട്ടുള്ള പ്ലാനാണ്. അതുവഴി എനിമി ഒന്നുമില്ല, നമ്മൾ ചത്തുവും ഗൈസ്. നമ്മൾ സൈഡ് വഴി റഷ് ചെയ്യുന്നുണ്ട് ഗൈസ്. മറ്റേ ഒരു സൈസ് ബൂട്ടുണ്ടല്ലോ ഗൈസ്. ഗൈസ് അപ്പോൾ ഇത് ഇവിടെ എനിമി വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഗൈസ്. അപ്പോൾ ആ ചുമല വര കണ്ടാൽ തന്നെ അറിയാം ഗൈസ്. ഗൈസ് അപ്പോൾ എനിമി ഒന്ന് നമ്മളെ കുത്തിപ്പിടിച്ചങ്ങ് നോക്കിയിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗ്ലൂ ഇട്ടിട്ട് ഞാൻ നേരെ പുറകിലോട്ട് പോയി ഗൈസ്. എന്തായാലും അവനെ അങ്ങ് കൊടുക്കാനുള്ള സാധനം അങ്ങ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഓക്കെ കളി എടുക്കാൻ പറ്റുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ അവനെ അങ്ങ് അടുത്ത് പോയി നല്ല രീതി ഇമോട്ട് എടുത്തുണ്ട് ഗൈസ്. അപ്പോൾ അവൻ മുമ്പേ നമ്മളെ ഇമോട്ട് ഇട്ടല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വന്നാൽ അവനെ അങ്ങ് തിരിച്ചു കൊടുക്കണ്ടേ ഗൈസ്. അപ്പോൾ അവനെ അങ്ങ് തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത കളി എടുക്കുമോ ഇല്ലയെന്ന് നോക്കാം, ഈ കളി നമുക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് നോക്കാം. സോ നമ്മൾ ടീമേറ്റ് ഫുള്ള് ചാവുന്നുണ്ട് ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. മിക്കവാറും എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരിക്കും മിക്കവാറും, നോക്കാം ഗൈസ്. ഗൈസ് നമ്മൾ നേരെ റഷ് ചെയ്ത് കയറി വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ അവിടെ എനിമി ഉണ്ട്, 2 അമ്മമാരോടെ ഉണ്ട്. 1v2 സിറ്റുവേഷനാണ് ഗൈസ്. 3-2 കളി ഇരിക്കുന്നത് ഗൈസ്. അപ്പോൾ നോക്കാം ഗൈസ്. അപ്പോൾ അവന്മാരവിടെ ഇപ്പുണ്ട്, നമ്മളങ്ങനെ റഷ് ചെയ്ത് ഇവിടെ നിന്ന് അടിച്ചാനെന്ന് നോക്കി, പക്ഷേ ഇവിടെ നിന്ന് കവർ എടുത്തപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ ചാടി അടിക്കാൻ നോക്കിയപ്പോൾ അവൻ ഗ്ലൂ ഇട്ടു, അല്ലെങ്കിൽ അവനെ കൊല്ലായിരുന്നു ഗൈസ്. അപ്പോൾ അവൻ ഗ്ലൂ ഇട്ട് ഇപ്പുറത്തൂടെ വരുന്നതെന്നാണ് എനിക്ക് ഇപ്പുറത്തൂടെ വന്നു ഗൈസ്. ഗൈസ് അപ്പോൾ അവിടെ നോക്കുമ്പോഴത്തേനും വേറെ ഒരുത്തനും ഇവിടെ മറ്റവൻ വന്നു, ആ ചാടി അടിക്കാൻ നോക്കിയപ്പോൾ അങ്ങനെ വട്ടത്തിൽ തന്നെ ഇട്ട് അടിച്ചു ഗൈസ്. ഗൈസ് അപ്പോൾ ഇവൻ എന്നെ ഇമോട്ട് ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത റൗണ്ട് നമ്മൾ ഇവനിട്ട് കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത്
ഇപ്പോൾ 3-3 സിറ്റുവേഷനാണ് ഗൈസ്. ഇപ്പോൾ റൗണ്ട് 7 ആണ്. നമുക്ക് നോക്കാം. ഗൈസ് ഇപ്പോൾ ഈ കളി എങ്ങനെയെങ്കിലും നമുക്ക് എടുക്കണം. കാരണം 5 ബോയ് സ്ട്രീക്കാണ് പോയാൽ ഗൈസ് അപ്പോൾ പണി പാളും. അപ്പോൾ നമ്മൾ നല്ല തോക്കൊക്കെ സെറ്റാക്കി നമ്മൾ ഗണ്ണൊക്കെ സെറ്റാക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ MP5 AK നമ്മൾ എൻഹാൻസ് ചെയ്താണ് നല്ല പവർ കാണും ഗൈസ്. ഇപ്പോൾ കൂടാതെ MP5 നമ്മളങ്ങനെ മാക്സ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ റഷ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവൻ അവിടെ വന്നെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കയറുമ്പോഴത്തേനും ഗൈസ് അപ്പോൾ അവൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മളങ്ങനെ റഷ് ചെയ്യുമ്പോഴത്തേനും അവനും അതുവഴി കയറി വരാൻ ഞാൻ റഷ് ചെയ്യുന്ന എനിക്കിട്ട് അടിക്കാൻ നോക്കുവാണ് ഗൈസ്. ഞാൻ ഇവിടെ ഗ്ലൂ ഇട്ടിട്ടുണ്ട്. അവനും അപ്പുറത്തും ഇത് ഫൈറ്റ് എടുക്കുന്നുണ്ട്, ഇപ്പുറത്തും ഫൈറ്റ് എടുക്കാനാണ് നോക്കുന്നത്. ഇപ്പുറത്ത് നമ്മുടെ ഗ്ലൂ പൊട്ടിക്കാനാണ് അവൻ്റെ വിചാരം ഗൈസ്. അപ്പോൾ അവൻ ഗ്ലൂ പൊട്ടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അടിക്കാൻ പറ്റുമല്ലോ എന്ന് നോക്കാം ഗൈസ്. അപ്പോൾ അവൻ ഗ്ലൂ പൊട്ടിക്കുന്നുണ്ട്. നമുക്കങ്ങനെ 104 ഹെഡ് കൊടുത്തിട്ട് നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ JJKയുടെ അടിപൊളി ഈവൻറ്റിൻ്റെ സാധനമായിട്ട് അവൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഒറിയോൺ ഇട്ടിട്ട് അവനെ അങ്ങ് ഞെക്കി പിടിച്ചങ്ങ് നോക്കാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അവനിട്ട് കൊടുക്കാനുള്ള സാധനം അങ്ങ് നമ്മൾ തിരിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇമോട്ടിട്ട് അവനെ കൊന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തവനെ നമുക്ക് കൊല്ലാൻ പറ്റുമോ അതോ വേറെ ടീമേറ്റ് കൊല്ലുമില്ലെന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ചാടിയതും നമ്മുടെ ടീമേറ്റ് ഇങ്ങനെ കളി എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ ബൂയ എടുത്ത് 6 ബോയ് സ്റ്റിക്ക്